ഓക്കെ. സ്റ്റാർട്ടല്ലേ? ആ, യെസ്. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. അപ്പം നമ്മളിന്ന് മാസ്റ്റർ മഹാശയൻ്റെ സാധനാജീവിതം, ഒഴിവുകാല സാധനാജീവിതം 4-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഡിസംബർ 17, 1883 ഡിസംബർ 17 തിങ്കളാഴ്ച. ഈ 4-ാം ദിവസം ആവുമ്പോൾ പ്രധാനമായിട്ട് ഇവിടെ ഭഗവാനെ കാണാനായിട്ട് വരുന്നത് ഡോക്ടർ മധു ഡോക്ടർ ഭഗവാനെ കാണാനായിട്ട് വരുന്നുണ്ട് 4-ാം ദിവസം. അപ്പോൾ മധു ഡോക്ടർ എന്ന് പറയുന്നത് അല്പം പ്രായം ചെന്നയാളാണ്. കൂടാതെ വളരെ രസികനുമാണ്. അദ്ദേഹം വളരെ രസകരമായി ഭഗവാനുമായിട്ട് സംഭാഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. അതായത് ഈ ഭഗവാൻ പറയുന്ന കാര്യങ്ങളോട് തിരിച്ച് മധു ഡോക്ടർ പ്രതികരിക്കുന്നത് വളരെ രസകരമായ പ്രതികരിക്കുന്ന രീതിയിലാണ്. അതായത് ഇപ്പോഴത്തെ പുതിയ ഭാഷയെ പറഞ്ഞാൽ കൗണ്ടർ എന്നാണ് പറയുക. കൗണ്ടർ തിരിച്ച് പറയുന്നതിന്. അപ്പോൾ അത്രയും രസകരമായിട്ട് പറയും. ഇതിവിടെ ഒരു ചെറിയ 1-2 ഉദാഹരണങ്ങളുണ്ട് ഇതിനകത്ത്. മധു ഡോക്ടർ വന്നപ്പോൾ ഭഗവാൻ ഒന്ന് തമാശയ്ക്ക് കളിയാക്കുന്ന പോലെ സംഭാഷണം നടത്തിയത്. മധു ഡോക്ടർ ഇങ്ങനെ കയറി. അപ്പോൾ മധുസൂദൻ എന്നാണല്ലോ പേര്. അപ്പോൾ പ്രവേശിച്ചപ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു, ഇഹത്തിലും പരത്തിലും മധുസൂദൻ. ഇഹത്തിലും പരത്തിലും മധുസൂദൻ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മധുസൂദൻ ഡോക്ടറുടെ കൗണ്ടറാണ്. പേരിൻ്റെ ഭാരം കൊണ്ട് തുലയുന്നു. മധുസൂദൻ എന്നുള്ള അത് പേരൊരു ഭാരമായി തീരുന്നു എന്നുള്ള രീതിയിൽ അവിടെ ഒരു പരസ്പരം സംഭാഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആധ്യാത്മിക വശം കൂടെയുണ്ട്. നമ്മളെ സംബന്ധിച്ച് പലർക്കും സംഭവിക്കുന്നതാണത്. പേര് എങ്ങനെ ഒരു ഭാരമായി മാറുന്നു എന്നുള്ളത്. ചിലർക്ക് നല്ല അർത്ഥവത്തായ പേരായിരിക്കും, സുശീലൻ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ പ്രവൃത്തിയിൽ സുശീലനാവണമെന്നില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ തരത്തിൽ പേരിനൊരു ഭാരമുണ്ട് പലർക്കും. ഇപ്പോൾ മധുസൂദൻ ഡോക്ടർ പറഞ്ഞു, ഈ പേരെനിക്കൊരു ഭാരമായിട്ടുണ്ട്, ആളുകൾ അത് കണ്ടിട്ട് എന്നെ അസസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഈ മധുസൂദൻ ഡോക്ടർ ഇതിന് ശേഷവും പിന്നീടും ഭഗവാനെ കാണാൻ വരുന്നുണ്ട്. അതായത് പിന്നെ വരുന്ന ഒരു ഇവരുടെ ഒരു സംഭാഷണ രീതി പിന്നെ വരുന്നത് ഭഗവാന്റെ കൈ ഒടിഞ്ഞ ഒരു സന്ദർഭത്തിൽ, കൈക്കൊരു ഫ്രാക്ചർ സംഭവിച്ചപ്പോൾ അത് 2-ാം വോള്യത്തിൽ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. വചനാമൃതം ഭഗവാൻ ഇങ്ങനെ വേലിയുടെ വശത്തൂടെ നടന്നപ്പോൾ ഒന്ന് തെന്നി വീണ് കൈക്ക് ഫ്രാക്ചർ വരും. ഈ കൈ വെച്ച് കെട്ടാനൊക്കെ വരുന്നത് ഇതേ മധുസൂദൻ ഡോക്ടർ തന്നെയാണ് അന്നും വരുന്നത്. അപ്പോൾ അന്ന് ഭഗവാൻ മധുസൂദൻ ഡോക്ടറെ കളിയാക്കിയത്, ഈ ഡോക്ടർമാർ പറയുന്നതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ശംഭു മല്ലികൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു ശ്രീരാമകൃഷ്ണദേവൻ. ശംഭു മല്ലികൻ
ഭഗവാന്റെ വളരെ അടുത്ത ബന്ധു എന്നുള്ള രീതിയിൽ ജീവിച്ച ആളാണ് ശംഭു മല്ലികൻ. വചനാമൃത ഈ ദക്ഷിണേശ്വരം ക്ഷേത്രത്തോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ശംഭു മല്ലികൻ്റെ വീട്. ശംഭു മല്ലികൻ്റെ വീട്ടിൽ ശംഭു മല്ലികനാണ് ഭഗവാനെ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്നത്. ശംഭു മല്ലികൻ്റെ വീട്ടിലാണ് പ്രശസ്തമായ ഇന്ന് നമുക്കൊക്കെ അറിയാവുന്ന ആ ചിത്രം, മദർ മേരി ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ചിത്രം, അത് ശംഭു മല്ലികൻ്റെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. അവരുടെ സ്വീകരണ മുറിയിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അതിലെ നടന്നു പോയിട്ട് ഒരു തവണ ആ സ്വീകരണ മുറിയിൽ കയറിയപ്പോൾ ഈ ചിത്രം കണ്ടു. ഇന്നും ഇപ്പോൾ ദക്ഷിണേശ്വരത്ത് ചെന്നാലും ശംഭു മല്ലികൻ്റെ വീട്ടിൽ പോകാം. ഈ ചിത്രം അതേ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ട്. ഒരു വ്യത്യാസവും ഇല്ലാതെ അവിടെ വെച്ചിട്ടുണ്ട്. ആ വീടിനോ ചുറ്റുപാടിനോ ഒന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, അന്നത്തെ പോലെ തന്നെ. അപ്പോൾ നമുക്കത് അനുഭവിക്കാം. ഭഗവാന്റെ ദക്ഷിണേശ്വരത്ത് ഇന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഈ കാലത്തെ ഓർക്കുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഭഗവാൻ എങ്ങനെയൊക്കെയാണ് ആ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ പുറത്തൂടെ നടന്നു വന്നത്, എങ്ങനെയാണ് ഈ വീട്ടിൽ വരാനുള്ള എങ്ങനെയൊക്കെ വരുന്ന വഴി ഏത്, എങ്ങനെ വീട്ടിൽ വന്നു, ഇതൊക്കെ നമുക്ക് അവിടെ വ്യക്തമായിട്ട് അന്നത്തെ പോലെ ഇന്നും നമുക്ക് നേരിട്ട് അനുഭവിക്കാം. അങ്ങനെ ചില ശേഷിപ്പുകൾ മാത്രമേ നിലവിൽ ദക്ഷിണേശ്വരത്ത് ബാക്കിയുള്ളൂ. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഇടക്കാലത്ത് ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിനകത്ത് ഭഗവാനെക്കുറിച്ച് ഉള്ള ദക്ഷിണേശ്വരത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ലേഖനം വായിച്ചപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ദക്ഷിണേശ്വരത്ത് ഭഗവാന്റെ മുറിയിൽ ഇട്ടിരിക്കുന്ന ടൈൽസ് പുതിയതാണ്, പഴയ തറയല്ല, പുതിയ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. വറുത്തുള്ള വരാന്തയിലും ഭഗവാന്റെ മുറിയിലും പുതിയ ടൈൽസ് ഇട്ട് അവർ മോടി പിടിപ്പിച്ചു. അപ്പോൾ ആ ലേഖനത്തിൽ പറയുന്നു, ഒരു വലിയ നഷ്ടമാണ് ഭക്തജനങ്ങൾക്ക് വരുന്നത് പിന്നീട് വരുമ്പോൾ. കാരണം ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ ആ തറയിൽ ഇരിക്കാൻ നമുക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ. നരേന്ദ്രൻ ഉൾപ്പെടെ, രാഖാൽ ഉൾപ്പെടെയുള്ള ആദ്യകാല യുവാക്കളും മറ്റു ഭക്തന്മാരും, ഗൃഹസ്ഥാശ്രമികളായ ഭക്തന്മാരും, എന്തിനും മാസ്റ്റർ മഹാശയൻ ഉൾപ്പെടെയുള്ളവർ വന്നിരുന്ന ആ തറയിലല്ല നമ്മൾ ഇരിക്കുന്നത് എന്ന നിർഭാഗ്യവശ നമുക്കുണ്ട് എന്നാണ്. എന്നാൽ ആ കാളിക്ഷേത്രത്തിലേക്കുള്ള നടപ്പാത കല്ലുപാകിയിട്ടുള്ളത് പുതിയതാണോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ അതിനെക്കുറിച്ച് എന്തോ ഒരു സൂചന പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അത് പഴയതാണ്. അപ്പോൾ അതിലൂടെ ഭഗവാൻ നടന്ന വഴിയിലൂടെ നമുക്ക് നടക്കാമല്ലോ എന്നെങ്ങാണ്ട് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇത്തരം ദൃശ്യങ്ങൾ നമ്മൾ ഈ വചനാമൃതം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത്തരം ദൃശ്യങ്ങൾ കൂടെ വരികയും നമ്മളത് അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അനുഭൂതി നമുക്കുണ്ടാകുന്നത്. ഇവിടെയും അതാണ് സംഭവിച്ചത്. മധുസൂദൻ ഡോക്ടർ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് സ്വാഭാവികമായി ഭഗവാന്റെ ആ ഒരു ചികിത്സയ്ക്കായിട്ടൊന്നും വന്നതല്ല, അല്ലാതെ ഭഗവാനെ സന്ദർശിക്കാനായിട്ട് വന്നതാണ് ഇത്തവണ. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ശംഭു മല്ലികൻ്റെ കാര്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞു, ശംഭു മല്ലികന് സുഖമില്ലാതായി വളരെ അത്യാസന്ന നിലയിലായപ്പോൾ പോലും ഡോക്ടർമാർ പറഞ്ഞത് ശംഭു മല്ലികന് ഒരു കുഴപ്പമില്ല, വളരെ കൃത്യമായിട്ട് അത് റിക്കവറി ചെയ്യും എന്ന് ഡോക്ടർമാർ അന്ന് പറഞ്ഞു. പക്ഷേ ശംഭു മല്ലികൻ മരിച്ചു. അതുപോലെയല്ലേ ഈ ഡോക്ടർമാർ, കൽക്കട്ടയിൽ നിന്ന് വരുന്ന ഈ ഡോക്ടർമാർ ഞങ്ങളോടൊക്കെ പറയുന്നത് ഇങ്ങനെയല്ലേ എന്ന് ശംഭു മല്ലികനെ കളിയാക്കിക്കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അത് ആ സന്ദർഭത്തിൽ, കൈയൊടിഞ്ഞ സന്ദർഭത്തിലാണത് പറയുന്നത്. ഇവിടെ ഇപ്പം ഇവിടെ ഇനി ഈ സന്ദർഭത്തിൽ, ഇന്നത്തെ ഈ സന്ദർഭത്തിൽ മധു ഡോക്ടർ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാസ്റ്ററും മുറിക്കകത്ത് കയറി വന്നിട്ട് ഒന്നിച്ചിരുന്നു. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ സംഭാഷണം ആരംഭിക്കുകയാണ്. സച്ചിദാനന്ദ പ്രേമത്തെക്കുറിച്ച് പറയുന്നതായിട്ടാണ് പിന്നീട് തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ ദിവസം ഭഗവാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈശ്വര പ്രേമത്തെക്കുറിച്ച് ഇന്നും ഈ മധു ഡോക്ടറുടെ മുമ്പിലും ഈശ്വര പ്രേമത്തെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുമ്പോൾ ആ സീതയെ തന്നെയാണ് ഉദാഹരണമായിട്ട് വീണ്ടും
കാണുന്നത്. അതായത് സീത രാമനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ട് രാവും പകലും ഇരിക്കുന്നത്. അതുകൊണ്ടുള്ള ഇത് സീത ഇരിക്കുന്നത് അശോകവനിയിലാണെന്നോ ലങ്കയിലാണെന്നോ രാവണന്റെ അധീനതയിലാണെന്നോ ഒന്നും സീതയെ ബാധിക്കുന്നതേയില്ല. സീത മനസ്സിലും അകത്തും പുറത്തും രാമൻ മാത്രമാണ് ചിന്ത. അങ്ങനെയുള്ള സ്ഥിതിക്ക് എവിടെ ഇരിക്കുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തിയുമില്ല. ആരാണ് മുന്നിൽ വരുന്നത് എന്നുള്ളതിന് ഒരു പ്രസക്തിയുമില്ല. അപ്പം അതാണ് ആ ഈശ്വര പ്രേമത്തിന് എന്തുമാതിരി പ്രേമമാണ് നമുക്ക് വേണ്ടത്. സീതയ്ക്ക് രാമനോടുണ്ടായിരുന്ന ആ അടുപ്പം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ തവണ നമ്മളിത് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവിപ്പിക്കാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണത്. അതായത് അന്ന് മുഖർജിയോടാണ് സംഭാഷണം കഴിഞ്ഞ ദിവസം മുഖർജി എന്ന് പറഞ്ഞ് മറ്റൊരു വ്യക്തി വന്നപ്പോഴാണ് ഈ സംഭാഷണം തുടർന്ന് വരുന്നത്. ഈ ഓരോ വ്യക്തികൾ ഓരോ ദിവസം കടന്നു വരുമ്പോഴും മാസ്റ്ററെ സംബന്ധിച്ച് ഭഗവാൻ ഇത് ആ വ്യക്തികളോടാണ് സംഭാഷണം നടത്തുന്നത് എങ്കിലും ഇതിൻ്റെ ഭഗവാന്റെ മനസ്സിലും ഉദ്ദേശത്തിലും ഇത് മാസ്റ്റർക്കുള്ള പാഠഭാഗങ്ങളാണ്. കാരണം മാസ്റ്ററോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പറയേണ്ടതെല്ലാം മാസ്റ്റർക്ക് കൂടി ഉൾപ്പെട്ട പാഠഭാഗങ്ങളാണ് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് മാസ്റ്റർ ഇത്തരം ഈ സന്ദർഭങ്ങളിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളെയും മാസ്റ്റർ നോട്ട് ചെയ്യുകയും കൂടെ ചെയ്തത്. അപ്പോൾ ഈ ഇത്രയും ദിവസത്തെ ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ ഒരു സന്ദർഭം, ഈ ഏതാണ്ട് കഷ്ടിച്ച് ഒരു മാസം മാസ്റ്റർ ഈ 21 ദിവസം എങ്ങാണ്ട് 21 ദിവസത്തോളം ദക്ഷിണേശ്വരത്ത് ഭഗവാന്റെ ഒപ്പം വെക്കേഷൻ കാലത്ത് താമസിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ വെക്കേഷൻ കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന സന്ദർഭത്തിൽ മാസ്റ്റർ ഒന്നും കുറിച്ചു വച്ചിട്ടില്ല. ഇത് കുറിച്ചു വെക്കുന്നത് പിന്നീട് വീട്ടിൽ തിരിച്ചു പോയിട്ട്. അപ്പം ഇത് ഡിസംബറിലാണ് വരുന്നത്. ജാനുവരി 5-ാം തീയതി എങ്ങാണ്ടാണ് തിരിച്ചു പോകുന്നത്. ഡിസംബർ 14-ാം തീയതിയോട് അടുപ്പിച്ച് ഭഗവാന്റെ അടുത്ത് വന്ന് താമസം തുടങ്ങുന്നു. ജാനുവരി 3-4 തീയതി 5-ാം തീയതിക്ക് മുമ്പായിട്ട് തിരിച്ചു പോകുന്നു വീട്ടിലേക്ക്. ഈ ഇത്രയും ദിവസം ഏതാണ്ട് 10-21 ദിവസത്തെ താമസത്തിനിടയിൽ ഒരു വരി പോലും കുറിച്ചു വച്ചിട്ടില്ല. ഇതിൻ്റെ കുറിപ്പുകൾ പിന്നീട് ഇതിൻ്റെ ഓരോ ദിവസവും നടന്നതിൻ്റെ ചില സൂചനകൾ പിന്നീടാണ് വീട്ടിൽ ചെന്ന് മാസ്റ്റർ മഹാശയൻ അത് കുറിച്ചു വെക്കുക, ആ ഡേറ്റ് ഇട്ടിട്ട് കുറിച്ചു വെക്കുക. അപ്പോൾ ആലോചിക്കുക, ആ ഓർമ്മ എത്രത്തോളം, ഈ ഇത്രയും ദിവസത്തെ ഓർമ്മയിൽ ആ പോയിന്റ്സ് മാത്രമാണ് കുറിച്ചു വെച്ചത്. പിന്നീട് 20 വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ എലോബറേറ്റഡ് ഫോം എഴുതി വരുന്നത്. അപ്പോൾ ആ സന്ദർഭം ആയപ്പോഴേക്കും 20 വർഷം വരും അല്ലേ, 1903 ഇത് വരുന്നു. അപ്പോൾ ആ സന്ദർഭമാകുമ്പോൾ അപ്പോൾ ഏതാണ്ട് ഇതിപ്പോൾ 96 അതെ, ഈ ഏതാണ്ട് 20 ദിവസത്തിൻ്റെ 20 വർഷത്തിന് ശേഷമാണ് ഇതിനെ എലോബറേറ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ ഡീറ്റെയിൽസ് മുഴുവൻ ഉൾപ്പെടുത്തണമെങ്കിൽ ഓർമ്മശക്തി എത്രത്തോളം ഉണ്ടായിരുന്നിരിക്കണം. അന്ന് ഇത് ഓരോ പോയിന്റ് കുറിച്ചിട്ടേ ഉള്ളൂ. അത് വീട്ടിൽ പോയപ്പം കഴിഞ്ഞ 21 ദിവസത്തെ വീട്ടിൽ പോയപ്പോൾ 21 ദിവസത്തെ പോയിൻ്റായിട്ട് കുറിച്ചു. അത് മാസ്റ്റർ മഹാശയൻ്റെ മാത്രമുള്ള ജീവിത കഥ എഴുതിയ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചെറിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോ ദിവസം ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രം കുറിക്കുന്നു. പിന്നീട് ഇത് അവിടെ വെക്കുന്നു. പിന്നീട് ഒരു ആവശ്യം വന്ന സമയത്ത് ഇതിൻ്റെ ഓരോ ദിവസത്തെയും പോയിന്റ്സ് എടുത്തിട്ട് ആ ദിവസത്തെ ധ്യാനിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ വായിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസിലേക്കും പോകുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസിലേക്ക് ഈ വന്നവർ ഇവിടെ ആരൊക്കെ ഓരോ ദിവസം വന്നു, ആ വന്നവർ ഓരോ ദിവസവും എന്തൊക്കെ സംസാരിച്ചു, അവരെന്തൊക്കെ തമാശ പറഞ്ഞു, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരുവാണ്. ഇതൊന്നും അന്നത്തെ കാലത്തെ പോലെ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമൊന്നും ഇല്ലാത്തൊരു കാലമാണല്ലേ. ഇതൊക്കെ ഓർമ്മയിൽ നിന്ന് മാത്രം ഓർത്തെടുത്ത് എഴുതേണ്ട സംഗതികളായി മാറി. അതും 10-20 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓർക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഈ വചനാമൃതത്തിൻ്റെ ഓരോ വായനയിലും നമ്മെ ഇത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഈ മൂന്നാം ദിവസം അവസാനിച്ചപ്പോൾ ഈ ഈശ്വര പ്രേമം എന്നുള്ളത്
മുഴുവൻ സമയവും ഈശ്വര പ്രേമം എന്നുള്ള നിലയിൽ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഈ 4-ാം ദിവസത്തെ ഈ ഭാഗത്ത് പറഞ്ഞതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മുൻഭാഗം എന്ന് പറയുന്നത് നമ്മൾ 3-ാം ദിവസം വായിച്ച് അവസാനിപ്പിക്കാൻ പോയ ഭാഗത്താണ്. അന്ന് നമ്മൾ പിന്നെ ആ സമയത്തിൻ്റെ ഇതുകൊണ്ട് നമ്മൾ അത് അവിടെ വെച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. അന്ന് ഞാൻ അതൊന്ന് സൂചിപ്പിക്കാം. ആ 3-ാം ദിവസത്തെ ബാക്കിയൂടെ ഇതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം, കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ആ 3-ാം ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ജലം പോലെയാണ്. ജലം പോലെയാണ് ഈശ്വരൻ. ഈശ്വരനെ ഒരു ജലത്തോടാണ് ഭഗവാൻ ഉപമിച്ച്. എന്താണ് ജലത്തോട് ഉപമിക്കാൻ കാരണം? ഈ ജലം ആര് കൈകാര്യം ചെയ്യുന്നോ ആ രൂപത്തിലിരിക്കും. ജലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ജലം ആരാണോ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ജലത്തിന് ആ രൂപത്തിലായിരിക്കും. നമ്മളൊരു വട്ടമുള്ള പാത്രത്തിലാണ് ജലം എടുക്കുന്നതെങ്കിൽ നമ്മൾ എടുത്ത പാത്രത്തിൻ്റെ രൂപത്തിലാണ് ജലം വരിക. അത് ജലത്തിൻ്റെ സ്വഭാവമല്ല, നമ്മൾ എടുത്ത പാത്രത്തിൻ്റെ സ്വഭാവം കൊണ്ടാണ് അതങ്ങനെ കാണപ്പെട്ടത്. ജലത്തിൽ നമ്മളൊരു നിറം കലക്കുമ്പോൾ നമ്മൾ എന്ത് നിറം കലക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ജലത്തിൻ്റെ നിറം. ആക്ച്വലി ജലത്തിൻ്റെ നിറം അതല്ല. അപ്പം ഇതാണ് ഈശ്വരൻ്റെ ഈശ്വരൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ഉചിതമായ ഉദാഹരണം ഈശ്വരൻ ഒരു ജലമാണ്. ആ ജലം കൈകാര്യം ചെയ്യുന്നവരുടെ ആ പ്രാപ്തിക്കനുസരിച്ച് അതിന് രൂപഭാവങ്ങൾ കൈവന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രാപ്തിയില്ലാത്ത ഒരാളാണ് ഈശ്വര കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആ പ്രാപ്തിയില്ലായ്മ ആ വിഷയത്തിൽ വരും. കേൾവിക്കാരന് ഈശ്വരനെക്കുറിച്ച് സംശയങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇത്രയധികം നമ്മുടെ ഈ കാലഘട്ടത്തിലുമൊക്കെ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതും യുക്തിവാദങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഓരോരുത്തർ അവനവൻ്റെ പാത്രത്തിലിട്ട് ഈശ്വരനെ അളക്കുന്നത് കൊണ്ടാണ്. അവനവൻ്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിൻ്റെ രൂപമാണ് എന്നുള്ള ആ ധാരണ ഇല്ലാതെയാണ് അവർ ഈശ്വരനെക്കുറിച്ച്. എൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം വട്ടപാത്രം, അതുകൊണ്ട് ഈശ്വരൻ വട്ടത്തിലാണ് എന്നുള്ള ബലത്തിൽ ഞാൻ പിടിച്ചിരിക്കുകയാണ്. അല്ല, ജലത്തിന് ഇതാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ തരത്തിൽ ഈശ്വര സങ്കല്പത്തെ കൈകാര്യം ചെയ്യുന്നവരുടെ ഘടന അനുസരിച്ചാണ് ഈശ്വരൻ. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈശ്വരൻ. ജലം ഇതൊന്നുമല്ല, അതൊരു സാഗരം പോലെയോ അത്രയും വിശാലമായ ഒരു സാഗരം പോലും ആ പ്രാദേശികമായ ആ ഭൂവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ രൂപഘടനയിൽ മാത്രമാണ് സാഗരം പോലും നിലകൊള്ളുന്നുള്ളൂ. അപ്പോൾ സാഗരത്തിന് പോലും ഈ പ്രപഞ്ചത്തിന് പോലും ഈശ്വര രൂപത്തെ നിർണയിക്കാൻ പറ്റില്ല. സാഗരം എന്നുള്ള സാഗരത്തെ ജലാശയമായി കണ്ടാൽ ആ സാഗരത്തിന് പോലും പരിമിതിയുണ്ട്. കാര്യം സാഗരത്തിനൊരു തീരമുണ്ട്, സാഗരത്തിനൊരു മറുകരയുണ്ട്. അപ്പോൾ ആ സാഗരം പോലും പരിമിതമായതാണ്. ആലോചിച്ചു, ഒരു സാഗരം പോലും പരിമിതമായ അവസ്ഥയിലാണെങ്കിൽ യഥാർത്ഥത്തിൽ ജലത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമായിരിക്കണം. ഈ ഭൂമിക്കടിയിലും ഭൂമിക്ക് ചുറ്റും ഭൂമിക്ക് മുകളിലും ഈ ഭൂമി നിൽക്കുന്നതിന് ജലത്താൽ ചുറ്റപ്പെട്ടാണ്. ഈ തരത്തിൽ ഈശ്വരനെ എങ്ങനെയാണ് ഒന്ന് കൺസീവ് ചെയ്യുക, ഒരു ഈശ്വരനെ കുറിച്ചുള്ളൊരു ധാരണ കേൾക്കുന്ന ആൾക്ക് എങ്ങനെ കൺസീവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഈ ജലത്തെ പറയുന്നത്. അപ്പോൾ അനേക രൂപങ്ങളാണ്, പക്ഷെ ജലത്തിൻ്റെ സ്വഭാവം ഒന്നാണ് എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ തവണ ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ച. അപ്പോൾ അത്രയും വ്യാപ്തിയിലിരിക്കുന്ന ഈശ്വരനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പറഞ്ഞത്. ഇപ്പം രാമൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് രാമൻ മാത്രമാണെന്ന സീതയുടെ ചിന്ത പോലെയാണ്. ഇനി നമ്മളെപ്പോലുള്ള ഒരാളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇനി തൽക്കാലം ഇതവിടെ വെക്കുക. ഇത്രയും വിപുലമായ രീതിയിൽ ഈശ്വര സങ്കല്പത്തിലേക്ക് പോകാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എങ്കിൽ ഭഗവാൻ ഇവിടെ കുറച്ചുകൂടെ അതിനെ ഒരു രൂപഘടനയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ കണക്കിലെ കളി പോലെയാണ്. ഭഗവാൻ ഇത് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരികയാണ്, കണക്ക് പോലെയാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് 4 തരത്തിൽ നമുക്ക് ചിന്തിക്കാം ആളുകളെ. അതായത് പ്രവർത്തകൻ എന്ന് ഒരു കൂട്ടരെ, രണ്ടാമത്തെ കൂട്ടരെ സാധകൻ എന്ന് കൂട്ടാം, മൂന്നാമത്തെ കൂട്ടരെ സിദ്ധൻ എന്ന് കൂട്ടാം,
നാലാമത്തെ കൂട്ടര് സിദ്ധസിദ്ധന്മാരാണ്. ഇപ്പൊ പ്രവർത്തകൻ എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് അവർ കേൾവിക്കാർ മാത്രമാണ്. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെയാണ് പ്രവർത്തകൻ എന്ന് പറയുക. ഈശ്വരനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും കേൾക്കാൻ താല്പര്യമുള്ളവരെ പ്രവർത്തകർ എന്ന് പറയുന്നു. സാധകൻ എന്ന് പറയുമ്പോൾ കേൾവിക്കാരല്ല, മറിച്ച് ഒരു പടിയും കൂടെ കയറി അവർ ധ്യാനിച്ച് അവർ ഈശ്വരനെ സങ്കല്പിക്കാൻ തുടങ്ങി. അതാണ് സാധകന്റെ വശത്തെത്തുമ്പോൾ. അവർ കേൾവിയിലല്ല, കേൾവിയും കഴിഞ്ഞു, അടുത്തത് ആ കേട്ട കാര്യങ്ങളിൽ വെച്ചിട്ട് ഈശ്വരനെ സങ്കല്പിക്കാൻ ശ്രമിക്കുന്നതാണ് സാധകൻ. അത് കഴിഞ്ഞാണ് ഈ സങ്കല്പിക്കുന്നത് സാധകൻ. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് സിദ്ധൻ. സിദ്ധന്റെ പ്രത്യേകത എന്താണ്? സിദ്ധൻ ഉള്ളിൽ ഈ കേട്ട കാര്യവും സങ്കല്പിച്ച കാര്യവും കൂടെ കടന്നിട്ട് മൂന്നാമത് തൻ്റെ ഉള്ളിൽ തന്നെ സാക്ഷാത്കരിക്കുന്നു, ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു. ഇനി അടുത്തതാണ് ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി, സിദ്ധസിദ്ധന്മാർ. സിദ്ധസിദ്ധന്മാർ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനോട് വാത്സല്യമാണ് നമുക്ക്. ഭഗവാനെ നമ്മൾ മകനായിട്ടാണോ കാണുക, കൂട്ടുകാരനായിട്ടാണോ കാണുക, അമ്മയായിട്ടാണോ അച്ഛനായിട്ടാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ വാത്സല്യം, വാത്സല്യം മാത്രം. നമ്മളിവിടെ കുറൂരമ്മയുടെയൊക്കെ കഥ പറയുന്ന പോലെ. അതേപോലെ ഗോപികമാർ, അവർക്ക് ഈ സിദ്ധസിദ്ധന്മാരുടെ അവസ്ഥയാണ്. അവർക്ക് ഈ ഗോപികമാർക്ക് ശ്രീകൃഷ്ണ പ്രേമം മാത്രമേ ഉള്ളൂ. അവർ ഈ ശ്രീകൃഷ്ണനെ സ്വന്തം പ്രിയനായി കണ്ടുകൊണ്ട്, കാമുകനായി കണ്ടുകൊണ്ട് അവർക്ക് സദാ ഈശ്വര പ്രേമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ സിദ്ധസിദ്ധന്മാർ. ഇപ്പം സിദ്ധസിദ്ധന്മാരുടെ ആ വിഭാഗത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യജന്മത്തെ കൊണ്ടുവരാൻ പരിശീലിപ്പിച്ച ഒരു ജന്മമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റേത്, ശ്രീരാമകൃഷ്ണദേവൻ. അപ്പം ശ്രീരാമകൃഷ്ണദേവനും 200 വർഷം മുമ്പുണ്ടായ അവതാരമാണ്. അപ്പം ചൈതന്യ മഹാപ്രഭുവിന് ആ സിദ്ധസിദ്ധന്മാരായി കഴിഞ്ഞുള്ള അവസ്ഥയെക്കുറിച്ചാണ് പ്രകടിപ്പിച്ചു. കാര്യം ഈശ്വരനെ ഈ പടികളെല്ലാം കയറി അവസാനം ആ ഈശ്വര പ്രേമത്തിൽ അങ്ങ് ലയിച്ചു ചേരുന്ന അവസ്ഥ. അതെങ്ങനെയെന്ന് നമ്മെ പഠിപ്പിച്ചതാണ് ശ്രീരാമകൃഷ്ണദേവനും 200 വർഷം മുമ്പ് ചൈതന്യ മഹാപ്രഭു. അതായത് സ്വയം ഈശ്വര സ്വരൂപമായി മാറി എങ്ങനെ മാറാം എന്ന് പഠിപ്പിച്ചതാണ്. അപ്പം ഇതായിരുന്നു ഭഗവാൻ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ മാസ്റ്റർ മഹാശയനെ പഠിപ്പിച്ചത്. അപ്പോൾ അതേ തുടർന്ന് പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് അന്ന് പറഞ്ഞ ഒരു കാര്യം, ഇപ്പം ഈ പറഞ്ഞ ഈ 4 തരത്തിലുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കടന്നെത്തി കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഈ ഈശ്വരനെ കാണുന്നത് വരെ ഇത്തരം ചിന്താപദ്ധതികളുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ പ്രവർത്തകരുടെ അവസ്ഥയായാലും ശരി, സാധകൻ്റെ അവസ്ഥയായാലും ശരി, സിദ്ധൻ്റെ അവസ്ഥയായാലും ശരി, അവസാനത്തെ സ്റ്റേജായ സിദ്ധനാണെങ്കിൽ പോലും ഈശ്വര സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ അവസ്ഥകളൊന്നുമില്ല ആ വ്യക്തിയെ സംബന്ധിച്ച്. പിന്നെ ഈ ഒരു തരത്തിലും ഇതൊന്നും ആ വ്യക്തിയെ ബാധിക്കുന്നതേയില്ല. അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, കാളി മാതാവ് എന്നെ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ അവസ്ഥ, ഈ അവസ്ഥകളെല്ലാം കടന്നിട്ട് അവസാനത്തെ ആ അവസ്ഥ കാളി മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നേരിട്ട്. എങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്? എല്ലാം ചിന്മയം, സകല എവിടെ നോക്കിയാലും ചിന്മയം, അങ്ങനൊരവസ്ഥ ഇത് കാളി മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തു പറ്റി? ഞാൻ ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട്, ഇത് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർക്ക് കൊടുക്കുന്ന പാഠമാണെന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് അന്ന് ഞാൻ ക്ഷേത്രത്തിൽ ചെന്ന് ഇവിടെ പൂജാരിയായിട്ടാണല്ലോ വരുന്നത്. അപ്പം പൂജാരിയായി വന്ന് ഞാൻ ഈ കാളി ശ്രീകോവിലിൽ പോയി പൂജിക്കണം എന്ന് ആലോചിക്കുമ്പോൾ
അമ്മ എന്നെ ഈ നാലവസ്ഥയും കടന്നെത്തി ഇതൊക്കെ ചിന്മയമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് അമ്മ. അപ്പം എനിക്ക് പറ്റിയ ഒരു അവസ്ഥ എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ കാണുന്നതെല്ലാം ചിന്മയം. അപ്പം എന്ത് പറ്റി? ഈ ശ്രീകോവിലേക്കുള്ള പടി അത് ചിന്മയം, ശ്രീകോവിലിൻ്റെ വാതിൽ അത് ചിന്മയം, ശ്രീകോവിലിൻ്റെ അകത്ത് കാണുന്ന ഓരോ പാത്രങ്ങൾ അത് ചിന്മയം, ശ്രീകോവിലിൻ്റെ തറ അത് ചിന്മയം, ചുമര് ചിന്മയം, റൂഫ് ചിന്മയം, മുമ്പിൽ കാണുന്ന എല്ലാം ചിന്മയം, ആളുകൾ തൊഴാൻ വന്ന ആരെങ്കിലും നിന്ന അവരൊക്കെ ചിന്മയം, സകലതും ചിന്മയം. പണ്ട് ഒരു കഥയുണ്ടല്ലേ, ഈ തൊടുന്നതെല്ലാം സ്വർണമാകാൻ ആഗ്രഹിച്ച ഒരു രാജാവിൻ്റെ കഥ എന്ന് പറഞ്ഞ പോലെയാണ്. കാണുന്നതെല്ലാം സ്വർണം, തൊടുന്നതെല്ലാം സ്വർണമാകുന്ന പോലെ. അതുപോലെ കാണുന്നതെല്ലാം ചിന്മയം, കാണുന്നതെല്ലാം ചിന്മയം. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കൽ പറഞ്ഞു, ഞാനിങ്ങനെ ഇതെല്ലാം ചിന്മയമായി വന്നിരുന്നപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ, ഞാൻ നിവേദ്യം വെക്കാൻ നോക്കിയപ്പോൾ, നിവേദ്യത്തിൻ്റെ പാത്രം എല്ലാം ചിന്മയമാണ്, നിവേദ്യമൊക്കെ ചിന്മയമാണ്, എല്ലാം ചിന്മയം. ചിന്മയത്തിന് മുമ്പിൽ വെക്കുന്ന പോലെയാണ്, സകലതും ഒരേ പാറ്റേണിലാണ്. അപ്പം ഈ നിവേദ്യം വെക്കാനായിട്ട് നിവേദ്യം എടുത്തപ്പോൾ ഒരു പൂച്ച വരും, ഉടൻ പൂച്ചയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അപ്പം പൂച്ച ആ നിവേദ്യം കഴിച്ചു. കാര്യം അതും ചിന്മയമല്ലേ. ഇത് ക്ഷേത്ര അധികാരികൾ കണ്ടപ്പോൾ ഇത് ദേവിക്ക് നിവേദിക്കാൻ വെച്ചിരുന്ന പായസം എടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തു എന്നും പറഞ്ഞ് അത് വലിയ വിഷയമായി. അവരെല്ലാവരും കൂടെ ചെന്ന് അന്നത്തെ ഭരണാധികാരി മധുർനാഥ് വിശ്വാസാണ്, മധുർബാബു. അപ്പം മധുർബാബുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഈ കൊച്ചു പൂജാരി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്ന ഭട്ടാചാർജി എന്നെങ്ങാണ്ടാണ് അത് വിളിക്കുന്നത് തന്നെ. കാര്യം ചേട്ടൻ്റെ രാംകുമാറിൻ്റെ അനിയനായിട്ടാണല്ലോ വന്നത്. അപ്പോൾ മൂത്ത ഭട്ടാചാര്യയുടെ അനിയൻ ചിന്ന ഭട്ടാചാർജി എന്നാണ് എല്ലാവരും, ആ വിളിപ്പേര് അങ്ങനെ തന്നെ കിടന്നു ക്ഷേത്രത്തിലുള്ളവരുടെ. അപ്പോൾ ചിന്ന ഭട്ടാചാർജി ഇങ്ങനെയാണ് ചെയ്തത്, പൂച്ചയ്ക്ക് കൊടുത്തു, അത് വലിയ കാണിക്കണതൊക്കെ ഭയങ്കര മോശം കാര്യങ്ങളാണ് എന്ന് ആളുകൾ മധുർനാഥ് വിശ്വാസിനോട് പരാതി പറഞ്ഞു. അപ്പം മധുർനാഥ് വിശ്വാസ് പറഞ്ഞു, ചിന്ന ഭട്ടാചാർജി എന്തു ചെയ്യുന്നു അതൊന്നും എതിർക്കാൻ പോകരുത്, അതെല്ലാം അതുപോലെ അങ്ങ് സമ്മതിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ വിഷയം അവിടെ അവസാനിക്കുന്നത്. ഭഗവാൻ ഇത് പറയാൻ കാരണം, ഈ എല്ലാം ചിന്മയാവസ്ഥയിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു വേർതിരിവില്ല എന്ന ഭാഗത്താണ് അത് പറയുന്നത്. അതാണ് ഇവിടെ ഇന്ന് പറഞ്ഞപ്പോഴും ഇന്നത്തെ കാര്യം സംസാരിച്ചപ്പോഴും സീതയുടെ ഉദാഹരണം വീണ്ടും ഭഗവാൻ എടുത്ത് അവിടെ സീതാരൂപത്തെക്കുറിച്ച്, ആ ദർശനത്തെക്കുറിച്ച് വീണ്ടും ഇവിടെ ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം കേട്ട മാസ്റ്ററുടെ അവസ്ഥ എന്താണ്? ആ മാസ്റ്റർ തന്നെ അതിന് പ്രതികരിച്ചത്, അതെ, ഒരു ഉന്മത്തയെപ്പോലെയാണ് സീത അപ്പോൾ പെരുമാറിയത് എന്ന് മാസ്റ്റർ പ്രതികരിച്ചു. സീത ഒരു ഉന്മത്തയായി മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അത് ഉന്മാദിനി. അപ്പം ഈശ്വരനെ ലഭിക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? ഉന്മാദിനിയെപ്പോലെ ആകണം, അങ്ങനെ ഉന്മത്തനായി തീരണം. നീ ഉന്മത്തനായി തീരാത്തിടത്തോളം കാലം നിനക്ക് ഈശ്വരനെ കാണാനോ അറിയാനേ പറ്റൂല. അപ്പം ഇതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ഈ കാര്യത്തിൽ. മാസ്റ്റർ മഹാശയന് ലഭിക്കുന്ന ഏറ്റവും വലിയ, മാസ്റ്റർ മഹാശയനല്ല, ഇത് നമുക്കൊക്കെ ലഭിക്കുന്ന പാഠമായിട്ടാണല്ലോ നമ്മളിതിനെ കാണേണ്ടത്. അപ്പം അത്രയും ആ രീതിയിലാണ് ഇതിനെ ഇവിടെ മാസ്റ്റർ മഹാശയന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിൽ പിന്നെ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. മാസ്റ്റർക്ക് ഈ ദിവസം, ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ്, ഇന്നലത്തെ ദിവസത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പാഠങ്ങളുടെ ഒരു ബാക്കിയാണ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്നത് പറഞ്ഞു മതി. ഇന്നത്തെ ദിവസങ്ങളുടെ പാഠം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഈശ്വരനെ എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ്. ഈശ്വരനെ നമുക്ക് എങ്ങനെ ലഭിക്കും? ഈശ്വരനെ ലഭിക്കണമെങ്കിൽ മാസ്റ്റർ മഹാശയനോട് ഭഗവാൻ പറയുന്നതാണ്, ഈശ്വരനെ ലഭിക്കണമെങ്കിൽ ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ സഹായം കൂടിയേ തീരും. ജ്ഞാനിയായ ഒരു ഗുരുവിൽ നിന്ന് വേണം ഇതൊക്കെ പഠിക്കാൻ. ജ്ഞാനിയായ ഗുരുവിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴി തെളിയുകയുള്ളൂ. അത് വെറുതെ എന്തെങ്കിലും തരത്തിൽ ജ്ഞാനം പറഞ്ഞു വരുന്നവന് പ്രയോജനമില്ല. അങ്ങനെയുള്ളൊരു ഗുരുവിനെ, അത് ഈ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തവള
തവളയെ കടിക്കുന്നത് നീർക്കോലിയാണെങ്കിൽ നീർക്കോലിക്കും കഷ്ടകാലം, തവളയ്ക്കും കഷ്ടകാലം. അപ്പോൾ അതൊരു നല്ല മൂർഖനാണെങ്കിലോ അപ്പം തീരും കളി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. ജ്ഞാനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജ്ഞാനി ഒരുപാട് ജ്ഞാനികളുണ്ട്. ആ ജ്ഞാനി എന്നിവിടെ പ്രയോജനമില്ല. പൂർണ്ണജ്ഞാനിയായിരിക്കണം. അല്ലെങ്കിൽ ഈ തവളയുടെ അവസ്ഥയായിപ്പോൾ കടിച്ചവനും കുഴപ്പം, ഈ ഗുരുവിനും പ്രശ്നമാവും, ശിഷ്യനും പ്രശ്നമാവും. ഇവിടെ പൂർണ്ണജ്ഞാനിയായിരിക്കണം. അപ്പം പൂർണ്ണജ്ഞാനിയെ എങ്ങനെ തിരിച്ചറിയാം? അടുത്ത അതാണ് ചോദ്യം. പൂർണ്ണജ്ഞാനിയെ എങ്ങനെ തിരിച്ചറിയാം? പൂർണ്ണജ്ഞാനി എന്ന് പറഞ്ഞാൽ ബാലഭാവത്തിലുള്ള ആളായിരിക്കും. ബാലഭാവം. ഈ ചിത്രകല പഠിക്കുന്ന കാലത്ത് ചിത്രകല മാത്രമല്ല, എല്ലാ കലകളുടെയും പഠന സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു അടിസ്ഥാന പാഠമാണിത്. എല്ലാ കലകളുടെയും കാര്യത്തിൽ, സംഗീതമായാലും ചിത്രകലയായാലും നൃത്തമായാലും ഏത് കലയായാലും ശരി, ഏത് കലാരൂപമായാലും ശരി, അഭ്യസിക്കുന്ന ഏത് അവസ്ഥയിലും, അതിപ്പോൾ അല്ലാത്ത വിദ്യാഭ്യാസത്തിനും ബാധകമാണ്. ബാലഭാവത്തിൽ ആയി എപ്പോൾ പരിണമിക്കുന്നു അന്നാണ് യഥാർത്ഥ ജ്ഞാനം വന്നു എന്ന് നമുക്ക് മനസ്സിലാകുക. ഏത് കലയിലായാലും ശരി, ഏത് വിദ്യാഭ്യാസത്തിലായാലും ശരി, ഏതൊരു വിദ്യാഭ്യാസത്തിൻ്റെയും പരമകാഷ്ഠ എന്ന് പറയുന്നത്, അതിൻ്റെ അത്യുന്നത പദവി അല്ലെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം മറുകര എത്തുക എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ അത് ഒരു ബാലഭാവത്തിലായി തീരും ആ പഠിതാവ്. അതായത് അയാൾ ജ്ഞാനിയാകുന്നു, പൂർണ്ണജ്ഞാനിയാകുന്നു. അയാൾക്ക് ബാലഭാവന, ശിശു സഹജമായ ഭാവന അയാളിൽ വന്നു തുടങ്ങും. അത് പ്രകടമാകുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇത് ഇയാൾ പൂർണ്ണജ്ഞാനിയായെന്ന്. ഞാനത് കുറച്ചുകൂടെ എനിക്ക് അറിയാവുന്നൊരു വിഷയത്തിൽ ഞാൻ അതിനൊരു നല്ല ഉദാഹരണം പറയാം. അതായത് ചിത്രകലയാണ് എനിക്ക് അറിയാവുന്ന, എൻ്റെ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ചിത്രകലയായതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊരു ഉദാഹരണം പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ലോകം മുഴുവൻ അറിയാവുന്ന ഒരു ചിത്രകാരൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു പേരാണ് പാബ്ലോ പിക്കാസോ. ചിത്രകലയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളായാലും ശരി, ഒന്നും അറിഞ്ഞുകൂടാത്ത ആളായാലും ശരി, പിക്കാസോ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരും അറിയും. അത് ചിത്രകല കൊണ്ട് മനസ്സിലാക്കിയ ഒരാളാവണമെന്നൊന്നുമില്ല. എന്ത് പറഞ്ഞാലും പിക്കാസോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആ പടം വരയ്ക്കുന്ന ആളാണ്, പ്രശസ്തനാണ് പിക്കാസോ എന്ന് പറയും. ഈ പിക്കാസോ ആദ്യകാലങ്ങളിൽ വരച്ച ചിത്രങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല. അത് ചിത്രരചന പഠിക്കാൻ പോയവർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ ഒരു നമ്മൾ കാണുമ്പോൾ അതൊരു രാജാ രവിവർമ്മ ചിത്രങ്ങളെ ഒരു 10 ഇരട്ടി വലിപ്പത്തിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളുടെ ആ പെർഫെക്ഷന് ഒരു 10 ഇരട്ടി മുകളിൽ ചിന്തിക്കാം. അത്രയും പെർഫെക്ഷനോടുകൂടി ഭംഗിയായി ചിത്രം വരച്ച ആളാണ് പിക്കാസോ, പാബ്ലോ പിക്കാസോ. അത് അദ്ദേഹത്തിൻ്റെ പഴയകാല ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അതേ ചിത്രകാരൻ തന്നെ പിന്നീട് പിക്കാസോ തൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ സാമൂഹികമായ കാര്യങ്ങളിലും ലോക കാര്യങ്ങളിലും ഒക്കെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഇടപെടാൻ തുടങ്ങിയ കാലത്താണ് അദ്ദേഹത്തിൻ്റെ ചിത്രകലയിൽ മാറ്റം വന്നു. ലോകത്തെ ഏറ്റവും വലിയ ഒരു കലാപം ഉണ്ടായതിൽ എടുത്തു പറയപ്പെടുന്നതാണ് സ്പാനിഷ് കലാപം, സ്പെയിനിലുണ്ടായ കലാപം. ഈ സ്പെയിനിലുണ്ടായ കലാപത്തെക്കുറിച്ച് പിന്നീട് പിക്കാസോ ഒരു ഗംഭീര ചിത്രം വരയ്ക്കുന്നുണ്ട്. വലിയൊരു ചുവർ ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ പേര് ഗോർണിക്ക എന്നാണ്. ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു പേരാണ് ഗോർണിക്ക. അപ്പം അങ്ങനെ ചിത്രകലയുടെ ഏറ്റവും അത്യുന്നതമായ പദവികളിൽ എത്തി അവസാന ഘട്ടത്തിലെത്തിയ പിക്കാസോയുടെ ചിത്രങ്ങൾ കണ്ടാൽ അദ്ദേഹം വരയ്ക്കുന്നത് പൂക്കൾ, പ്രാവ്, അല്ലെങ്കിൽ ഇങ്ങനെ ചില അതായത് ഒരു 4 വയസ്സുകാരൻ വരയ്ക്കുന്ന വരകളാണ് അദ്ദേഹം വരച്ചുകൊണ്ടിരുന്നത്. ഒരു 4-5 വയസ്സിലുള്ള ഒരു കുട്ടി എന്ത് വരയ്ക്കുമോ, ഏത് തരത്തിൽ വരയ്ക്കുമോ ആ തരത്തിലുള്ള വിഷയങ്ങളാണ് അദ്ദേഹം വരച്ചത്. പൂവ്, അല്ലെങ്കിൽ പ്രാവാണ് ഏറ്റവും കൂടുതൽ വരച്ചത്, പ്രാവ്, പിന്നെ പൂവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ കാള, പശു, ഇതൊക്കെയാണ് വരച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ വരച്ചതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വരയ്ക്കുന്ന പോലെ. ആലോചിച്ചു, ഇത്രയും വലിയൊരു ചിത്രകാരൻ
ഏതാണ്ട് 10-90 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരാൾ തൻ്റെ 80-85-90 വയസ്സൊക്കെ എത്തിയപ്പോഴേക്കും ചിത്രകലയിൽ അദ്ദേഹം ഒരു ശിശുവിനെ പോലെയായി മാറി. അതാണ് നമുക്ക് മുന്നിൽ കാണാവുന്ന ഒരു പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞു. കാര്യം കേൾക്കുന്നവർക്കും കാണുന്നവർക്കും പെട്ടെന്ന് അത് പിടികിട്ടും. അതാണ് ശിശുഭാവത്തെക്കുറിച്ച് പറയുന്നത്. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയുന്നത്. പൂർണ്ണജ്ഞാനി എന്ന് പറയുന്നത് ശിശുഭാവനയിലേക്ക് ഒരാൾ എത്തിയ സന്ദർഭം. അങ്ങനെയുള്ള ആളാണ് പൂർണ്ണജ്ഞാനി. അങ്ങനെയുള്ള പൂർണ്ണജ്ഞാനിയെ വേണം നമ്മൾ ഗുരുവായി തിരഞ്ഞെടുക്കാൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ആ ഭാഗം രസകരമാണ്. ആ ഭാഗത്തെ സംഭാഷണം തന്നെ ഒരുപാട് രസകരമായ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പൂർണ്ണജ്ഞാനിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ദത്താത്രേയനും ജഡഭരതനും ബാലന്മാരുടെ സ്വഭാവമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ഉദാഹരണം. അപ്പം ഞാനിവിടെ നമ്മൾ ഈ ആധുനിക കാലത്ത് സംഭാഷണം നടത്തിയത് കൊണ്ട് പിക്കാസോയെ ഉദാഹരണമായെടുത്തു. ഭഗവാൻ അതിന് പൗരാണികമായ ഉദാഹരണം തന്നെ മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുത്തു. അത് ഈ ദത്താത്രേയൻ്റെ കഥയും ജഡഭരതൻ്റെ കഥയുമാണ് പറഞ്ഞു കൊടുത്തത്. എന്താണ് ഇവർക്ക് 2 പേർക്കും സംഭവിച്ചത് എന്നുള്ളതാണ്. അതായത് അത്രി മഹർഷിക്കും അനസൂയയ്ക്കും ഉണ്ടായ കുഞ്ഞിൻ്റെ പേരാണ് ദത്താത്രേയൻ. ആ ഞാനത് നമുക്കെല്ലാം അറിയാം, എന്നാലും അത് പറയുന്നതിൻ്റെ ആ കൂട്ടത്തിൽ അത് പറഞ്ഞു പോകുന്നു. ആ വിഷയം ജോയിൻ്റ് ആകാൻ വേണ്ടി ഞാനത് കഥയാക്കി പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അത്രി മഹർഷിക്കും അനസൂയയ്ക്കും തമ്മിലുണ്ടായ കുഞ്ഞാണ് ദത്താത്രേയൻ. 3 ത്രിമൂർത്തികൾ 3ഉം കൂടെ സംഗമിക്കുന്ന രൂപഘടനയിലാണ് ദത്താത്രേയൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ 3 അവതാരങ്ങൾ, ത്രിമൂർത്തികൾ 3ഉം കൂടെ സംഗമിച്ചുള്ള ഒരു അവതാരം, 3 തലയായിട്ടൊക്കെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ദത്താത്രേയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദത്താത്രേയൻ പ്രകൃതി തൻ്റെ ചുറ്റും കാണുന്ന ഓരോന്നിനെയും ഗുരുവായി കണ്ടു. അങ്ങനെയാണ് ഗുരുവിനെ മനസ്സിലാക്കുക. അപ്പം ഗുരു എന്ന് പറഞ്ഞാൽ ഒരു സോക്കോൾഡ് ആളായിട്ട് മാത്രം സങ്കല്പിക്കണമെന്ന് നിർബന്ധമില്ല. കാണുന്ന മുമ്പിലുള്ള ഓരോന്നും ഗുരുവാണ്. അപ്പം നമ്മളിവിടെ 26 ഗുരുക്കന്മാരെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്ന പോലെയാണ്. കാണുന്ന ഓരോന്നും ഗുരുവാണ്. അതിൽ പുഴു ഗുരുവാകാം, അങ്ങനെ ഓരോന്നും ഗുരുവാകാം. അപ്പം ദത്താത്രേയൻ കാണുന്ന ഓരോന്നിനെയും ഗുരുവായി സ്വീകരിച്ചു. പ്രകൃതിയിൽ നിന്നാണ് പഠിച്ചത്. അപ്പം അതും ഒരു ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു സാധകന് പ്രകൃതിയിൽ നിന്നത് പഠിക്കാം. പ്രകൃതിയിൽ നിന്ന് നമുക്കിത് പഠിക്കാം. ഈശ്വര സാന്നിധ്യത്തെ പ്രകൃതിയിൽ നിന്ന് പഠിക്കാം. നമ്മളൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 1-2 തവണയെങ്കിലും പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിലായാലും ശരി, ഒരു രോഗാണുവിൻ്റെ രൂപത്തിലായാലും ശരി, രോഗം മുഴുവൻ നടുങ്ങിപ്പോയി. ഇത്രയേ ഉള്ളൂ കാര്യം നമ്മുടെയൊക്കെ. അപ്പം പ്രകൃതിയിൽ നിന്നും നമുക്ക് പഠിക്കാം. മറ്റത് ജഡഭരതൻ്റെതാണ്. ജഡഭരതനെ സംബന്ധിച്ച് ഋഷഭദേവൻ്റെ മകനാണ് ജഡഭരതൻ. ഭരതൻ തപസ് ചെയ്യാൻ പോയി, തപസ് ചെയ്യാനായിട്ട് ഏകാന്തത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മാൻകുട്ടിയെ കണ്ടു. കാട്ടിലാണ് തപസ്സിന് പോയത്. അവിടെ ഒരു മാനിനെ കണ്ടു. മാൻ പ്രസവിച്ചൊരു കുഞ്ഞുണ്ടായി. മാൻ ചത്തുപോയി. അവസാനം തപസ് ചെയ്യാൻ പോയ ആൾ ഈ മാൻകുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല ഏറ്റെടുത്തു. പോയത് തപസ്സിനാണ്, പക്ഷെ അവസാനം മാൻകുട്ടിയെ സംരക്ഷിക്കേണ്ട ജോലിയായി. അങ്ങനെ ഈ ഭരതൻ തൻ്റെ അന്ത്യകാലത്ത് ഈ മാൻകുട്ടിയെ ആലോചിച്ചാണ് മരിച്ചത്. കാരണം ഈ മാൻകുട്ടിക്ക് എന്ത് സംഭവിക്കും, മാനിന് എന്ത് സംഭവിക്കും, ആ മാൻകുട്ടിയാണല്ലോ പരിരക്ഷിക്കുന്നത്. അപ്പം മാൻകുട്ടിയെ എന്താവും, എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മാൻകുട്ടി ആര് നോക്കും? നമ്മുടെയൊക്കെ ചിന്ത അത് തന്നെ. അപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മാൻകുട്ടി ആര് നോക്കും എന്നുള്ള മട്ടിൽ ചിന്തിച്ച് മരിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി, അടുത്ത ജന്മം ഒരു മാൻകുട്ടിയായിട്ട് ജനിച്ചു. മാൻകുട്ടിയായിട്ട് ജനിച്ചപ്പോൾ എന്ത് പറ്റി, ചിന്ത എന്തായിരുന്നു, എടാ കഴിഞ്ഞ തവണ ഞാനൊരു തപസ്, ഈശ്വര കാര്യങ്ങൾ ജപിക്കാനാണല്ലോ പോയത് എന്ന് ആലോചിച്ചാണ് ഈ മാൻ നടക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് എന്ത് പറ്റി, അടുത്ത ജന്മം വീണ്ടും മനുഷ്യനായിട്ട് തന്നെ ജന്മം കൊണ്ടു, ഒരു ബ്രാഹ്മണനായിട്ട് ജന്മം കൊണ്ടു. അപ്പോൾ ആത്മീയ ചിന്തയിലേക്ക് മുഴുകി. അപ്പോൾ സംഭവിച്ചത് എന്താണ്, ഈ കഴിഞ്ഞ ജന്മത്തിൽ, ഈ മുൻ ജന്മങ്ങളിലുണ്ടായതിൻ്റെ അനുഭവം കൊണ്ട് ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്, ആലോചിച്ച് ഇദ്ദേഹത്തിൻ്റെ
ഇദ്ദേഹം ഒരു ജഡരൂപത്തിലായി. അതായത് നിശബ്ദനായി, ശാരീരികമായി ജഡരൂപമായി മാറി. കാര്യം ചിന്ത മുഴുവൻ ഈശ്വരനിലേക്ക് ലയിച്ചു. അപ്പോൾ ശാരീരികമായി ഒരു ജഡത്വം ബാധിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജഡഭരതൻ എന്ന പേരിലാണ് പിന്നെ അറിയപ്പെട്ടത്. അപ്പം ഇതാണ് ആരാണ് ജ്ഞാനി എന്ന് മാസ്റ്റർക്ക് നൽകുന്ന ഓരോ പാഠങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4-ാം ദിവസം അവസാനിക്കുന്നതിന് മുമ്പ്, 4-ാം ദിവസത്തെ ആ പോർഷൻ അവസാനിക്കുന്നതിന് മുമ്പ് ഭഗവാൻ വീണ്ടും തുടർന്ന് ഈ ജ്ഞാനിയുടെ വാസനകളെക്കുറിച്ചൊക്കെ പറയും. അപ്പം ഈ ജ്ഞാനിയുടെ ഒരു ജ്ഞാനിയെ കണ്ടെത്തുമ്പോൾ ആ ജ്ഞാനിയെ പല തലത്തിലാണ് നമ്മൾ ചിലപ്പോൾ കാണുക. ഒരുപക്ഷെ നമ്മുടെ ഒരു സങ്കല്പം അനുസരിച്ചായിരിക്കണമെന്നില്ല ഒരു ജ്ഞാനിയെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ജ്ഞാനി, ഭഗവാൻ ഇവിടെ വേറൊരു ഉദാഹരണം പറഞ്ഞു. ഒരു ജ്ഞാനി അയാൾ എന്തെങ്കിലും, അതായത് അയാളിൽ എന്തെങ്കിലും പൂർവവാസന അവശേഷിക്കുന്നു എങ്കിൽ അത് സാരമില്ല. ആൾ ജ്ഞാനിയാണ്, പക്ഷെ അയാൾക്കുള്ളിൽ ഒരു പൂർവവാസന അവശേഷിക്കുന്നുവെങ്കിൽ അത് സാരമില്ല, അതിന് ദോഷമൊന്നുമില്ല. അതായത് ഒരു വാൾ, സ്പർശമണി തൊട്ടാൽ വാൾ സ്വർണമായി തീരുന്നു എന്ന് വിചാരിക്കുക. നല്ല ഉദാഹരണം. ഭഗവാൻ നമുക്ക് വളരെ വ്യക്തമായി ഭഗവാന്റെ ഉദാഹരണങ്ങളുടെ ഒരു പ്രത്യേകത കേൾക്കുന്ന നമുക്ക് പിന്നെ സംശയമേ വരില്ല. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു സ്പർശമണി തൊട്ടപ്പോൾ, അതായത് ഒരു ഇരുമ്പ് വാളാണ്. അപ്പോൾ വാളിൻ്റെ ഉപയോഗം, ആ വാള് കണ്ടാൽ എന്താണ്? ആ വാള് കൊണ്ട് വെട്ടുക, ആക്രമിക്കുക, ഇതൊക്കെയാണ് വാള് കാണുമ്പോൾ ഉണ്ടാകുന്ന ഭാവം. ഒരാളുടെ മുമ്പിൽ ഒരു വാള്, ഊരിപ്പിടിച്ച ഒരു വാള് കണ്ടാൽ ആ ആളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന തോന്നൽ ആ വാളിൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഹിംസയായിരിക്കും മനസ്സിൽ തോന്നുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ വെട്ടുക, കുത്തുക, അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്ത തോന്നുക. ആ വാള് ഒരു സ്പർശമണി തൊട്ടപ്പോൾ സ്വർണമായി മാറി എന്ന് വിചാരിക്കുക. അപ്പോൾ വാളിൻ്റെ പൂർവ്വ അവസ്ഥ ഇരുമ്പ് വാളാണ്, വെട്ടാനും കുത്താനും മാത്രം ഉപയോഗിച്ച വാളാണ് അതിൻ്റെ പൂർവാവസ്ഥ. അതാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞ ഉദാഹരണം. ഒരു ജ്ഞാനിയുടെ പൂർവാവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്, ജ്ഞാനി ആയിക്കഴിഞ്ഞ അവസ്ഥയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ വാളിനെ എടുക്കുക. വാള് ഇരുമ്പ് വാളായിരുന്നത് പൂർവാവസ്ഥയാണ്. അതിൽ സ്പർശമണി തൊട്ടപ്പോൾ അത് സ്വർണമായി മാറി. സ്വർണമായ വാളിനെ കണ്ടാൽ ഒരിക്കലും നമുക്ക് അത് വെട്ടാനുള്ളതാണെന്ന് തോന്നുകയേയില്ല. ഒരേ വാള്, എന്നാലോചിച്ച് നോക്കൂ, ഒരേ വാള് തന്നെ. അതൊരു സ്വർണ്ണ വാളാണെങ്കിൽ അതൊരിക്കലും യുദ്ധം ചെയ്യാനുള്ളതാണെന്നോ അത് വെട്ടാനുള്ളതാണ് ഒന്നും നമുക്ക് തോന്നും. അപ്പം നമ്മിൽ അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്? യഥാർത്ഥത്തിൽ ആ വാളിൻ്റെ പൂർവ്വസ്ഥിതി കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷഫലം സ്വർണമായി മാറിക്കഴിഞ്ഞപ്പോൾ അതിനെ ബാധിക്കുന്നതേയില്ല. പിടികിട്ടിയല്ലോ? അതുപോലാണ് ജ്ഞാനിയുടെയും അവസ്ഥ എന്നാണ് ഭഗവാൻ. എത്ര മനോഹരമായ ഉദാഹരണം. അതായത് ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് അയാൾ ചിലപ്പോൾ കാമക്രോധ വികാരങ്ങൾക്ക് അടിമപ്പെട്ട ഒരു ഛായ അയാളിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതുകൊണ്ട് ജ്ഞാനിക്ക് അതുകൊണ്ട് ദോഷമൊന്നും വരുന്നില്ല. അപ്പം ജ്ഞാനിയെ, അതായത് ഇയാൾ ഇങ്ങനെ ആയിരുന്നു മുന്ന് എന്നുള്ളൊരു തോന്നലുണ്ടാക്കി ആ ജ്ഞാനിയെ അംഗീകരിക്കാതെ വിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അംഗീകരിക്കാം. അതാണ് പൂർവ്വ അവസ്ഥയെക്കുറിച്ച് ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനിയുടെ പൂർവാവസ്ഥ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പം സന്യാസിമാരെ കുറിച്ച് പറയും, പൂർവാശ്രമം ആലോചിക്കുകയേ വേണ്ട. വാൽമീകി മഹർഷിയുടെ പൂർവാശ്രമം ആലോചിച്ചിട്ടല്ലല്ലോ രാമായണം വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും രാമായണം വായിക്കാൻ പറ്റുമോ? ഇതെഴുതിയത് മറ്റേ രത്നാകരനാണല്ലേ എന്നാരെങ്കിലും പറയുന്നുണ്ടോ രാമായണം വായിക്കുമ്പോൾ? അതാണ് പൂർവാശ്രമം. അപ്പം രത്നാകരൻ വാൽമീകിയായപ്പോൾ ജ്ഞാനിയായി മാറി. ആ ജ്ഞാനിയായ വാൽമീകിക്ക് പൂർവാശ്രമത്തിലെ രത്നാകരൻ്റെ ഒരു ഛായയുമില്ല. അതാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്ന ഒരു ഭാഗം. ജ്ഞാനി ത്രിഗുണങ്ങൾക്കും അതീതനാണ്, സത്വരജസ് തമസ്സുകളിൽ നിന്നൊന്നും അയാളെ ബാധിക്കുന്നില്ല എന്ന് ഉള്ള അത്തരം വിവരങ്ങൾ. അപ്പം ഇത് മാസ്റ്റർക്ക് നൽകിയ ഒരു
ഗംഭീര പാഠമായിട്ടാണ് ഈ സന്ദർഭത്തിൽ ഇത് അവസാനിക്കുന്നത്. എന്നിട്ട് ഈ ഭാഗം അവസാനിക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ സമയം തീരാറായതുകൊണ്ട് ഈ ദിവസം ഏതായാലും നമ്മൾ ആ ദിവസത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി, ഇന്നത്തെ ദിവസത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി. അപ്പോൾ മാസ്റ്ററോട് ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ സംഭാഷണത്തിനിടയിൽ ഈ സംഭാഷണങ്ങളിൽ നടന്നു വന്നപ്പോൾ മാസ്റ്ററുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി. അത് മാസ്റ്റർ അങ്ങ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞു വന്നപ്പോഴേക്കും ഇതിപ്പോൾ 4ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ. ഒന്നും കൂടെ ആലോചിക്കണം. ഈ 4ാമത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോഴേ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലൊരു തോന്നൽ അതങ്ങ് തുറന്ന് പറയുകയും ചെയ്തു. എന്തായിരുന്നു അത്? അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു സന്യാസിയാകാൻ എനിക്കും കഴിയും. അതാണ് മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ സന്യാസത്തിന് വേണ്ടിയുള്ള ത്വര ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. എപ്പോഴും അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവസാനം വരെയും ഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവിടെയും അത് പറഞ്ഞു, അങ്ങനെ ഒരു സന്യാസിയാകാൻ എനിക്കും അത് പറയാൻ കാരണം പൂർണ്ണജ്ഞാനികൾ ലോകത്തിൽ 3ഓ 4ഓ പേരിൽ കൂടുതലില്ലെന്ന് തോന്നുന്നു. ഈ പറഞ്ഞത് കേട്ടിട്ട്, ഭഗവാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇത്തരം പൂർണ്ണജ്ഞാനികൾ ഈ ലോകത്ത് ചിലപ്പോൾ ഒരു 3ഓ 4ഓ പേരൊക്കെ കാണുള്ളൂ. അങ്ങനെ ഒരു സന്യാസിയാകാൻ, ഒരു പൂർണ്ണജ്ഞാനിയായ സന്യാസിയാകാൻ എനിക്ക് സാധിക്കുമെന്ന് സ്വയം തോന്നുന്നു എന്നുള്ള ആത്മവിശ്വാസം മാസ്റ്റർ മഹാശയൻ പ്രകടിപ്പിക്കുകയാണ്. ഇപ്പം 4ാം ദിവസമായിട്ടുള്ളൂ. അപ്പം ഭഗവാൻ പെട്ടെന്ന് മാസ്റ്ററോട് ചോദിച്ചു, അപ്പം നീ എല്ലാം ഉപേക്ഷിച്ചോ? അപ്പം നീ എല്ലാം ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യമാണത്. മാസ്റ്ററുടെ ആത്മവിശ്വാസം നോക്കണം. ഏത് ലോകത്താകെ 4 പേരെങ്ങാണ്ട് അങ്ങനെ പൂർണ്ണജ്ഞാനിയുള്ളൂ എന്ന് സ്വയം മനസ്സിലാക്കി വെച്ചിട്ട് എനിക്കും അങ്ങനെ ആകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ മാസ്റ്ററുടെ ഭഗവാന്റെ അടുത്ത ചോദ്യം എന്ത്? നീ എല്ലാം ഉപേക്ഷിച്ചു. ഇത്ര സിമ്പിൾ ചോദ്യമാണെന്ന് ആലോചിച്ചു. ഒരു ഡിസ്ക്രിപ്ഷനും അവിടെ ഭഗവാൻ കൊടുക്കുന്നില്ല. എല്ലാം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. മാസ്റ്റർക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? ഇത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്ന മാസ്റ്റർക്ക് ഇനി എന്തുത്തരമാണ് പറയാൻ പറ്റുക? അപ്പം മാസ്റ്റർ പതുക്കെ ഒരു സ്വയം ബോധത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, മായ പോകാതെ എന്ത് സാധിക്കാൻ? മായ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചുമ്മാ സന്യാസിയായിരുന്നിട്ട് എന്ത് കാര്യം? മാസ്റ്റർക്ക് സ്വയം ബോധ്യപ്പെട്ടു ഒറ്റ ചോദ്യം കൊണ്ട്. ഭഗവാൻ ഇത്രയും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് മാസ്റ്റർ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. ഒറ്റ ചോദ്യം. അപ്പം നീ എല്ലാം ഉപേക്ഷിച്ചോ? ഒറ്റ ചോദ്യം. അപ്പം മാസ്റ്റർക്ക് കത്തി. ഓ, എല്ലാം ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മായാബന്ധനം മുഴുവനും എനിക്ക് ചുറ്റും. ഈ അവധിക്കാലം കഴിഞ്ഞാൽ വിദ്യാസാഗരൻ്റെ സ്കൂള്, വീട്, ഭാര്യ, മക്കൾ, കുട്ടികൾ സകലതും വന്ന് പൊതിയും. ആകെ ഇപ്പം ഇവിടെ വന്ന് ഈ ഒരു ദിവസം ഇവിടെ ഈ അവധിക്കാലത്ത് ഒറ്റയ്ക്ക് വന്ന് ഈ ദക്ഷിണേശ്വരത്ത് ഒറ്റയ്ക്ക് വന്ന് താമസിച്ചപ്പോൾ തോന്നി എല്ലാം വിട്ടിട്ട് ഞാൻ വന്ന പോലെ ഒരു തോന്നലുണ്ടായി. ഇത് നമുക്ക് എല്ലാവരും ഉണ്ട്. ഈ ചില ഭക്തന്മാരുടെ അവസ്ഥ ഇതാണ്. എവിടെയെങ്കിലും ഒരു ആശ്രമത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ഒക്കെ പോയി അപ്പം തോന്നും നമ്മളിതെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നും. ആ ക്ഷേത്രത്തിൽ നിന്നോ ആശ്രമത്തിൽ നിന്നോ പുറത്തിറങ്ങേണ്ട സമയം ബാക്കി മൊത്തം നമ്മളെ വന്നങ്ങ് വളയും. നമ്മുടെ ശ്രീരാമകൃഷ്ണദേവൻ അത് വേറൊരു കഥ പറയാറുണ്ട്. ഗംഗയിൽ കുളിക്കാൻ നേരത്ത് പാപമെല്ലാം പോകും. അപ്പോൾ ആളുകൾ ഗംഗയിൽ കുളിക്കും. അപ്പോൾ ഈ പാപം എന്ത് ചെയ്യും? പാപമെല്ലാം തൊട്ടടുത്ത മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. ഇവൻ കുളിയും കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ പാപം അവിടെ മരത്തിൻ്റെ മുകളിൽ നോക്കിയിരിക്കുക. ഇവൻ കുളി കഴിഞ്ഞ് തിരിച്ചു വരണം, ഈ പാപം അവൻ്റെ മുഖത്ത് കയറി. അങ്ങനെയാണ് ഗംഗയിലെ കുളിയിൽ പാപം പോകുന്നത് എന്ന് ഭഗവാൻ. അതുപോലെയാണ് ഈ കാര്യം. നമ്മൾ ക്ഷേത്രത്തിലോ ആശ്രമത്തിലോ പോയി സാധന ചെയ്ത് കർമ്മം അല്ലെങ്കിൽ ഈശ്വരകാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ തിരിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങാൻ നമ്മുടെ ഈ മായാബന്ധനം മുഴുവൻ നമ്മളെ നോക്കിയിരിക്കുകയാണ് കയറുമായിട്ട്. അപ്പോഴേ കെട്ടി അകത്തോട്ടിടും. ആ ബോധം മാസ്റ്റർ മഹാശയന് അപ്പം തന്നെ ഉണ്ടായി. അതിൻ്റെ ഫലം എന്തായിരുന്നു? ഇരുവരും അല്പനേരം മിണ്ടാതിരുന്നു. ആ മൗനത്തിൽ സകല കാര്യവും അർത്ഥമുണ്ട്. ഇരുവരും അല്പനേരം മിണ്ടാതിരുന്നു. നമുക്കും അല്പനേരം മിണ്ടാതിരിക്കാം. ബാക്കി നമുക്ക് അടുത്ത തവണ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ.
അതെ 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 അതെ. നല്ല പാഠങ്ങളാണിത്. നമ്മുടെയും മാസ്റ്ററോടുള്ള ഈ ഓരോ ദിവസവും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ആലോചിച്ചാൽ മതി. നമ്മളും ഈ സത്സംഗത്തിൻ്റെ ഭാഗത്തിൽ നമുക്ക് മാസ്റ്റർക്ക് ലഭിച്ച എല്ലാം നമുക്കും കിട്ടും ഈ 21 ദിവസം കൊണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ 21 ദിവസം നമ്മൾ ഭഗവാനോടും മാസ്റ്ററോടും ഒപ്പം ഈ വചനാമൃതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ 21 ദിവസത്തെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളും യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ജീവിതം സാർത്ഥകമായി എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. അപ്പം നമുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട എന്ന തോന്നൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മായാബന്ധനം കാരണം വീണ്ടും നമ്മളെയും ചുറ്റി പിടിക്കും എല്ലാവരും. നമ്മളിലെല്ലാം ഒരു മാസ്റ്ററുണ്ട്. അതെ, കുറെ വ്യത്യാസം, കുറേ അല്ല, നല്ല വ്യത്യാസം വരും. ഒരു 90% വ്യത്യാസം വരും. 10% ബാക്കി കിടക്കും. അതെ അതെ, നാമം ജപിക്കാം. ഓം ശ്രീ നമഃ. ഓം ശ്രീ ശാരദാ ദേവി നമഃ.